ഡൽഹി കലാപ കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട് ബി.ജെ.പി. രംഗത്ത്. രാഹുലിന്റെ അർബൻ നക്സലുകൾ ജനങ്ങളുടെയും നിയമത്തിന്റെയും കോടതിയിൽ പരാജയപ്പെട്ടുവെന്ന വിമർശനമാണ് ഇപ്പോൾ രാഹുലിനെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് ഇപ്പോൾ ബി.ജെ.പി. നടത്തിയിരിക്കുന്നത്. ബി.ജെ.പി. വക്താവായ പ്രദീപ് ഭണ്ഡാരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തുക്കടെ തുക്കടെ പോസ്റ്റർ ബോയ്സ് ഉമർ ഖാലിദിനെയും ഷാർജിൽ ഇമാമിനെയും നിരപരാധികളായ ഇരകളായി തന്നെ സംരക്ഷിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് ആവാസ വ്യവസ്ഥയുടെയും ഒക്കെ തന്നെ ആ മുഖത്തിന് ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അർബൻ നക്സലുകൾ ജനങ്ങളുടെയും നിയമത്തിന്റെയും കോടതിയിൽ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ശത്രുവായ തുക്കടെ തുക്കടെ സേനയെ ഇരകളായി ചിത്രീകരിച്ചതിന് കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം 2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളായ ഉമർ ഖാലിദിനും ഷാജിൽ ഇമാമിനും ജാമ്യം നൽകാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നിയമപ്രകാരം തന്നെയുള്ള അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രഥമ ദൃഷ്ടിയ കേസ് എടുത്തിട്ടുണ്ട് എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ഗൾഫിസ ഫാത്തിമ, മിരിയാൻ, അതേപോലെ മറ്റ് വ്യക്തികൾക്കെല്ലാം എന്നിവർക്കെതിരെ തന്നെ ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, വി.എൻ. അഞ്ജരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ ഹാജരാക്കിയ ഉമർ ഖാലിദിനും ഷാജിൽ ഇമാമിനുമെതിരെ വലിയ കുറ്റങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് എന്നും കോടതി ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. നിയമപരമായ പരിശോധന ഈ ഹർജിക്കാർക്ക് ബാധകമാണ്. നടപടിയുടെ ഈ ഘട്ടത്തിൽ അവരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് ഉചിതമല്ല എന്നും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഡൽഹി പോലീസിന് വേണ്ടി തന്നെ ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആകട്ടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വി.എസ്. രാജു, പ്രതിക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, അഭിഷേക് സ്വിംഗി, സിദ്ധാർത്ഥ് ദേവെ എന്നിവരുടെ വാദങ്ങൾ കേട്ട ശേഷം കഴിഞ്ഞ വർഷം ഡിസംബർ 10 സുപ്രീം കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിവെച്ചിരുന്നത്. 2020 ഫെബ്രുവരിയിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ ഉമർ, അതുപോലെ തന്നെ ഷാജിൽ, മറ്റു പ്രതികൾ എന്നിവരാകട്ടെ പ്രധാന ഗൂഢാലോചന നടത്തിയതായി തന്നെ ഡൽഹി പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയൽ ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ UAPA ചുമത്തിക്കൊണ്ട് തന്നെ ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം അല്ലെങ്കിൽ വിവിധ വ്യവസ്ഥകൾ പ്രകാരം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയും കോൺഗ്രസ് ആകട്ടെ ഇവരെ സംരക്ഷിക്കാനുള്ള പല വഴികളും തിരഞ്ഞെടുക്കുകയും ഇവരെ സംരക്ഷിക്കാനായി തന്നെ കൂട്ടുനിൽക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പി. വ്യക്തമായ പ്രദീപ് ഭണ്ഡാരി അടക്കം വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.